എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കുറേ ദിവസമായി നമ്മൾ നേരിട്ട് കണ്ടിട്ട്. നമ്മുടെ ഓരോ ദിവസങ്ങളിലെയും വർത്തമാന പത്രങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. സ്ത്രീധനത്തിൻ്റെ പേരിലും ഭർത്തൃ വീടുകളിൽ ദുരിതമനുഭവിക്കുകയും ആത്മഹത്യയും ചെയ്യുന്ന ഓരോ യുവതികളുടെയും വാർത്തകൾ നമ്മൾ കാണുന്നു. എന്താ, നമ്മുടെ ജീവിതം വിലപ്പെട്ടതല്ലേ? ഓരോ ജീവിതവും ഓരോ ജീവനും വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടാകും. എന്നാലും നമ്മുടെ ജീവിതം ഏതു പ്രതിസന്ധികളിൽ പെട്ടാലും നാം ഒരു കാര്യം ഓർക്കുക. നമ്മുടെ പരിശുദ്ധ കന്യകാ മാതാവ് തൻ്റെ പുത്രൻ്റെ കുരിശുമരണത്തിലും പുത്രൻ അനുഭവിച്ച ഓരോ പീഡാന സഹനത്തിലും പരിശുദ്ധ അമ്മ കൂടെയുണ്ടായിരുന്നു. ആ അമ്മയുടെ വേദന നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ രക്ഷകനായ യേശു നാം ഓരോരുത്തർക്കും വേണ്ടി കുരിശിൽ ജീവൻ വെടിയുമ്പോഴും എത്ര വേദന സഹിച്ചിട്ടുണ്ടാകും. അതെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളിലും ഓരോ വേദനകളിലും ഓരോ സന്തോഷങ്ങളിലും ഓരോ അനുഗ്രഹങ്ങളിലും നാം ഓരോ ഊർജം ഉൾക്കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുകയാണ് വേണ്ടത്. നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ വ്യത്യസ്തരാണ്. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതവും ഈ ലോകത്ത് വളരെ അമൂല്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷത്തോടുകൂടി നമുക്ക് ജീവിക്കാം. ഏതു പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും നമുക്ക് മുന്നേറാം. ദൈവം നമ്മുടെ ഒപ്പമുണ്ട്. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളിലും ദുരിതങ്ങളിലും നമ്മുടെ ദൈവത്തോടും നമ്മുടെ പരിശുദ്ധ അമ്മയോടും കൂടെയുണ്ടാകാം. അവരെ നമുക്ക് ചേർത്ത് നിർത്താം. നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും നമുക്ക് ചേർത്ത് നിർത്താം. നമ്മുടെ ഓരോ പ്രശ്നങ്ങളിലും നമുക്ക് നാം ഓരോരുത്തരെയും നമ്മുടെ കൂടപ്പിറപ്പുകളെയും നമുക്ക് ചേർത്ത് നിർത്താം. അങ്ങനെ നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്താം. ഈ ലോകത്ത് നാം ഓരോരുത്തർക്കും പലതരം കടമകളുണ്ട്, പലതരം സാഹചര്യങ്ങളുണ്ട്. ദൈവം നാം ഓരോരുത്തരെയും നമ്മുടെ ജീവനെയും ഓരോ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഭൂമിയിൽ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ ഭൂമിയിലേക്ക് നമ്മെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ കടമകളും നമ്മുടെ ജീവിതവും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാം. നാം ഓരോരുത്തരും ഈ ലോകത്ത് വ്യത്യസ്തനാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ വ്യക്തിത്വമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്താം. നാം ഓരോരുത്തരും വളരെ വളരെ മൂല്യമുള്ളതാണ്. നമ്മൾ എല്ലാവരും നമ്പർ 1 ആണ്. നമ്മുടെ ജീവിതം നമുക്കുള്ളതാണ്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് മാതൃകയായി നമ്മുടെ ജീവിതം ഉൾക്കൊള്ളാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. താങ്ക് യു. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ. ഇത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ
മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, ഇത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ? ഇത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ?